യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലും സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലായി നിയമ നടപടികൾ നേരിടുന്നതിനിടെയാണ് അദ്ദേഹത്തിനെതിരെ രണ്ടാമതൊരു ഗുരുതര ആരോപണം കൂടി ഉയർന്നു വന്നത്. ഈ വിവാദത്തിന്റെ അലയൊളികൾ നേരിട്ട് ബാധിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കാണ്. വീട് കയറിയുള്ള പ്രചാരണത്തിൽ പോലും രാഹുൽ വിഷയം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ക്ഷീണമായി മാറുന്ന സാഹചര്യത്തിൽ ആരോപണ വിധേയനായ അനുചാരൻ ഫെന്നി നൈനാൻ അടൂർ നഗരസഭയിലെ പോത്രോട് 8ാം വാർഡ് UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ കടുത്ത പ്രതിരോധത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഏറ്റവും പുതിയ പരാതി ബംഗളൂരിൽ താമസിക്കുന്ന 23-കാരി ഇമെയിൽ വഴി സോണിയാഗാന്ധിക്കും KPCC അധ്യക്ഷനും നൽകിയ ലൈംഗിക പീഡന ആരോപണമാണ്. ഈ പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രാഹുലിനൊപ്പം മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവായ ഫെന്നി നൈനാന്റെ പേര് കൂടി അതിൽ പരാമർശിക്കപ്പെടുന്നു എന്നതാണ്. വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് പ്രധാന ആരോപണം. യുവതി അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സംഭവം. യുവതിയെ പീഡനം നടന്നതായി പറയപ്പെടുന്ന ഹോം സ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും രാഹുലിന്റെ സുഹൃത്തും തദ്ദേശ സ്ഥാനാർത്ഥിയുമായ ഫെന്നി നൈനാൻ ആണെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഗുരുതര സ്വഭാവമുള്ള ആരോപണമായതുകൊണ്ട് തള്ളിക്കളയാനാകില്ലെന്നും പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുത്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഫെന്നി നൈനാൻ ശക്തമായി പ്രതിരോധിക്കുകയും ഇതൊരു ഗൂഢാലോചനയാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കളയാൻ വേണ്ടി രാത്രിക്ക് രാത്രി സൃഷ്ടിച്ചെടുത്ത തിരക്കഥയാണ് ഈ പുതിയ പരാതി എന്ന് ഫെന്നി നൈനാൻ ആരോപിക്കുന്നു. ഇത് വ്യക്തിപരമായ വിരോധത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു. ഈ പരാതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഇതിൽ സർക്കാർ, പൊതുപ്രവർത്തകർ, ഒരു ചാനൽ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഫെന്നി ആരോപിക്കുന്നു. പോലീസും ഭരണകക്ഷിയും തന്നെ വേട്ടയാടുകയാണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. രാഹുലിനെ അന്വേഷിച്ചെത്തിയ പോലീസ് കഴിഞ്ഞ ദിവസം അടൂരിലെ ഫെന്നിയുടെ വീട്ടിൽ കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതായി വെളിപ്പെടുത്തി. അച്ഛൻ മരിച്ചുപോയ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ അമ്മയെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ഫെന്നി പറയുന്നു. ഈ വിഷയത്തിൽ പോലീസിനെതിരെ കുത്തിയിരിപ്പ് സമരം അടക്കം അദ്ദേഹം നടത്തിയിരുന്നു. ഫെന്നി നൈനാൻ പരസ്യമായി യുവതിയെ വെല്ലുവിളിച്ചു. പരാതി നൽകിയത് ആണോ പെണ്ണോ എന്ന് പോലും അറിയില്ലെന്നും ഏത് വാഹനത്തിൽ ഏത് ഹോം സ്റ്റേയിലേക്കാണ് കൊണ്ടുപോയതെന്നും വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ഇത് തന്റെ നിരപരാധിത്വം സ്ഥാപിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കമായും വിലയിരുത്തപ്പെടുന്നു. ഈ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ, ഫെന്നി നൈനാൻ എന്നിവരെ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പൊതുപ്രതിച്ഛായയും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തെയും ബാധിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വീട് കയറി പ്രചാരണം നടത്തുമ്പോൾ രാഹുൽ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ പതിവായി ഉയരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിക്ക് ധാർമ്മികമായി പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം നിലനിൽക്കുമ്പോൾ അത് UDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയും അതുവഴി മണ്ഡലത്തിലെ പൊതുവായ ഫലത്തെയും പ്രതികൂലമായി ബാധിക്കും. രാഹുലിന്റെ വിശ്വസ്തർക്ക് സീറ്റ് നൽകിയത് പാർട്ടിക്ക് പിഴച്ചു എന്ന വിമർശനം ശക്തിപ്പെടും. തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ വിഷയം CPM-നും LDF-നും കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധമാകും. ഫെന്നി നൈനാൻ മുൻപും പല വിവാദങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നീലപ്പെട്ടി വിവാദം ഈ വിവാദ ചരിത്രം നിലനിൽക്കെ പുതിയ ആരോപണം വരുമ്പോൾ ഫെന്നിയുടെ പൊതുരംഗത്തെ വിശ്വസ്തതയെ അത് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അതേസമയം KSU ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കെ കറുത്ത മാസ്ക് പ്രതിഷേധത്തിലൂടെയും കോവിഡ് കാലത്തെ സാമൂഹിക സേവനങ്ങളിലൂടെയും സംഘടനാ മികവ് തെളിയിച്ച നേതാവാണ് അദ്ദേഹം. ഈ പോസിറ്റീവ് പ്രതിച്ഛായ നിലവിലെ പ്രതിരോധത്തിന് എത്രത്തോളം സഹായകമാകുമെന്നും കണ്ടറിയണം. ഫെന്നി നൈനാന്റെ പേര് പരാതിയിൽ വന്നതോടെ ക്രിമിനൽ ഗൂഢാലോചന അല്ലെങ്കിൽ ബലാത്സംഗത്തെ സഹായിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട്. പീഡനം നടന്ന സ്ഥലത്തേക്ക് യുവതിയെ കൊണ്ടുപോയി എന്നും തിരികെ കൊണ്ടുവന്നു എന്നുമുള്ള പരാതിയിലെ ഭാഗം തെളിയിക്കപ്പെട്ടാൽ ഫെന്നിക്ക് നിയമപരമായി കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ, യാത്രാരേഖകൾ, ഹോം സ്റ്റേയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഈ കേസിൽ നിർണായകമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കേവലം ഒരു MLA-യുടെ വ്യക്തിപരമായ വിഷയമായി ഒതുങ്ങാതെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി മാറിയിരിക്കുന്നു. ഫെന്നി നൈനാൻ ഉയർത്തുന്ന ഗൂഢാലോചന വാദം എത്രത്തോളം സത്യമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. ഏതായാലും രാഹുലിന്റെ വിശ്വസ്തർക്ക് രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തെ നേരിടേണ്ടി വരുന്ന ഈ ദുഷ്കരമായ കാലഘട്ടമാണിത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ യുവജന നേതൃത്വത്തിന്റെ തിരഞ്ഞെടുപ്പിലും പ്രവർത്തനത്തിലും പുതിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ പാർട്ടിയെ നിർബന്ധിതരാക്കും.